അമ്മാമ എങ്ങനെയുണ്ട് അമ്മാമ? കാണട്ട് അയ്യോ എനിക്കിത് കാണാൻ എനിക്ക് എന്തോ വേണ്ട ഇങ്ങനെ വേണ്ടേ? കുളിക്കുമ്പോ മുടി ഇങ്ങനെ ആക്കണമായിരുന്നു, മുഖമൊക്കെ ആക്കണമായിരുന്നു. സന്ധ്യപ്പോ കാണുമ്പോ സന്ധ്യ. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ദീഷുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഹെയർ കണ്ടിട്ട് അമ്മാമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ഇന്നേ വരെ ചെയ്യാത്ത ലുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഹെയർ കണ്ടോ എന്റെ? സംസാരിച്ചിട്ടൊക്കെ നിൽക്കണം. പക്ഷെ ഇത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മുടിയാ? അല്ല അല്ല അല്ല, എനിക്കും എടുത്ത് വെച്ചതാ. എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് നോക്കൂ, സിമ്പിളനായ. അപ്പോൾ ഞങ്ങൾ നല്ല സുന്ദരന്മാരായിട്ട് റെഡിയായി പോവുകയാണ്. നമ്മുടെ പാർട്ടിയുണ്ട്, ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. നമ്മൾ സ്ഥിരം ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ചെയ്ത ആ ഒരു സ്ഥലം തന്നെയാണ്. അത് ആശ്രാമത്ത് ഉളിയക്കോവിൽ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം, പിന്നെ പോരാത്തതിന് നല്ല വ്യൂ ആണ്, നല്ല കായൽ വ്യൂ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അടുത്ത റിലേറ്റീവ്സ് മാത്രമാണ് ഫസ്റ്റ് വന്നത്. പോരാത്തതിന് അവരുടെ ഈ ഡെക്കറേഷൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടാണ്, നല്ല സിമ്പിളായിട്ടുള്ളൊരു വർക്കായിരുന്നു. അപ്പം എനിക്കൊത്തിരി ഇഷ്ടമായി. അപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ അപ്പച്ചിമാരും കുഞ്ഞമ്മമാരും തകർത്ത് സെൽഫി, ഫോട്ടോ, അതും ഇതും എല്ലാം എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു ഈവനിങ് ടൈമിൽ നല്ല ഭംഗിയുണ്ട്. പോരാത്തതിന് ഈ ഒരു കാലാവസ്ഥ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതാ ഉണ്ണിക്കുട്ടനും മഞ്ജുപ്പയും എല്ലാവരും എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏകദേശം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണിക്കൊക്കെയാണ് കേട്ടോ കേക്ക് കട്ടിങ്ങിനായിട്ടുള്ള പ്ലാനിങ് ഇട്ടിരിക്കുന്നത്. അപ്പം ആളുകൾ അത്യാവശ്യം അടുത്തുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴത്തേക്കാണ് കേക്കുമായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ ബർത്ത്ഡേ ഗേൾ എത്തിയിരിക്കുകയാണ്. ബർത്ത്ഡേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിന് ചെറിയൊരു പനിയുടെ ലക്ഷണം കണ്ടു തുടങ്ങി. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെയാണ് സെറ്റാക്കി കൊണ്ടുവന്നത്. പാവം, അല്ലെങ്കിലും ഈ പിള്ളേർക്ക് ബർത്ത്ഡേ ദിവസമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു വരുമല്ലോ. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവെ കണ്ട് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ ചെറിയ പനി ഉള്ളതുകൊണ്ട് അവൾ ആരെടുത്തും അങ്ങനെ പോകുന്നില്ല. എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ആളെടുത്ത് കളയുകയാണ്. അപ്പോൾ നമ്മുടെ സുന്ദരൻ ഇവിടെ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡാനി പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അവനെ ഇങ്ങനെ ഫ്രീ ആക്കി വിടുന്നത് വല്ലപ്പോഴുമാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ഒരുവിധം ആളുകളൊക്കെ എത്തി തുടങ്ങിയാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പലരും കുറച്ചൊക്കെ ലേറ്റായി. അതുകൊണ്ട് തന്നെയാണ് ഒരു 7 o'clock കേക്ക് കട്ട് ചെയ്യാന്നുള്ള പ്ലാൻ ഇട്ടത്. അപ്പം ഏകദേശം എല്ലാവരും എത്തി എന്നുള്ള ധാരണയിൽ അവർ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ കേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ബേക്കറിയാണ്, കോളേജ് ജംഗ്ഷനിലുള്ള ലക്ഷ്മി ബേക്കറി. എനിക്ക് തോന്നുന്നു ഞാൻ ദേവയുടെ ബർത്ത്ഡേക്കും അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല കേക്കായിരുന്നു. അപ്പം തകർത്ത് പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. ദേവയും ഡാനിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ആകെ ബഹളമായിരുന്നു. അപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ദീഷു. അപ്പോൾ ദീഷുവിൻ്റെ 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ചുന്നരിയായി. പാവമുള്ള പനിയായിട്ടും കരയോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നു. അപ്പം നമ്മുടെ ക്യാമറയും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അച്ഛൻ വേറൊരു സൈഡിൽ കൂടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ തകർക്കുകയാണ്.
കൂടാതെ എനിക്ക് തോന്നുന്നു വീഡിയോ കോളാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അമ്മയാണ് ആ വീഡിയോ കോളിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു തുടങ്ങിയാണ് കേട്ടോ. അപ്പം അമ്മാമ്മയാണ്, ഞങ്ങളുടെ അമ്മാമ്മയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത്. അമ്മ അവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മാമ്മയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ ദീശുവിന് കൊടുത്തത്. പാവ ആശട്ടിക്ക് ഒട്ടും വയ്യ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കുണുങ്ങി ഒത്തിരി ചിരിയൊക്കെ കാണാമായിരുന്നു. ഈ ആൻറ്റിയാണ് ഫസ്റ്റിലെ അവിടെ വന്നത് കേട്ടോ. അപ്പം ആൻറ്റിയും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വന്ന് അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മൾ ടീം അംഗങ്ങളൊക്കെ അതൊക്കെ കയറി നിന്ന് തുടങ്ങി. ഇവന്മാരെല്ലാം ദേവയുടെ ടീംസാണ് കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവയ്ക്ക് വേറെ ആരെയും വേണ്ട, തകർത്ത് ഓട്ടവും ചാട്ടവും എല്ലാം തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഡാനി എവിടുന്നോ നിൽപ്പുണ്ട്. അപ്പം ഡാനിയെ പിടിച്ചാൽ കിട്ടത്തില്ല. അവൻ ഈ ലൈറ്റ്സും കേക്ക്സും ബലൂണും ഒക്കെ കാണുമ്പോൾ ആശാൻ എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടമാണ്. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് ഓട്ടമാണ് രഞ്ജിത്തേട്ടനും സോള ചേച്ചിയുടെയും മെയിൻ ഡ്യൂട്ടി. അപ്പം അടുത്ത അച്ഛനും അച്ചാമ്മയും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ദീശുക്കുട്ടിക്ക്. നല്ല അടിപൊളി ഫുഡും ഡെക്കറേഷൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ചവറയുള്ള കൊല്ലം ചവറ മെമ്മറീസ് എന്ന് പറഞ്ഞ ഈവൻസാണ്. അപ്പം അടുത്തത് നമ്മുടെ സ്വന്തം ദീശുവിൻ്റെ ദേവച്ചേട്ടനാണ് കേട്ടോ. ദേവച്ചേട്ടൻ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. ദേവച്ചേട്ടന് നിൽക്കാനൊന്നും സമയമില്ല. ദേവച്ചേട്ടൻ അവിടെ ഓട്ടവും ചാട്ടവും പിള്ളേരുമായിട്ട് വന്നപ്പോൾ മുതൽ ഓടുവാണ്. ഒരു 2 തവണ വീണും കൂടെ കഴിഞ്ഞിട്ടാണ് ആ നിൽക്കുന്ന നിപ്പ്. ആശാൻ എങ്ങനെയെങ്കിലും ഒക്കെയാണ് അവിടെ ഫോട്ടോയൊക്കെ എടുക്കുക. അവനെ കണ്ണടച്ച സത്യം പറഞ്ഞാൽ നമ്മൾ കാണാതെ പോകണൊരു സാധനമായിരുന്നു അവൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ ഉണ്ണിക്കുട്ടിനും മഞ്ജുപ്പയും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇവർ 2 പേരെടുത്ത് മാറിയും തിരിഞ്ഞു ദീശു അങ്ങനെ ഇരിക്കുന്നുള്ളൂ. ദീശുവിന് പനിയായതുകൊണ്ട് വേറെ ആളുടെ കയ്യിലും അങ്ങോട്ട് കൈമാറാനും പറ്റുന്നില്ല. അപ്പോൾ അവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ദീശുവിന് അടിപൊളി ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചപ്പയുണ്ട്, അങ്ങനെ അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഫോട്ടോസും പിക്സും പിന്നെന്താ വീഡിയോയും റീൽസും ഗിഫ്റ്റുകളും ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടും കേട്ടോ ദീശുവിന്. അങ്ങനെ ദീശുക്കുട്ടി ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവളെ ഇന്നലെ കൈ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണ് ആ സമയത്ത് അവളടുത്ത് ഉണ്ടായിരുന്നത്. അപ്പം കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ തുടങ്ങി കേട്ടോ. ഡാനിയും ദേവയും കൂടെയാണ് കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ദീശുക്കുട്ടിയെ സിംഗിളായിട്ട് കുറച്ച് പിക്സ് എടുക്കുകയാണ്. ആൾക്ക് ഒട്ടും വയ്യെങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ദേവ അതിനു വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അവൻ എന്തെങ്കിലും കാണിച്ചാൽ അവൾ തകർത്ത് ചിരിച്ചോളും. അതുകൊണ്ട് അവനെ കൊണ്ടും കളിപ്പിച്ചു. ഞങ്ങളുടെ ആവുന്ന പരമാവധി ഡാൻസും പാട്ടും എല്ലാം ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ടുള്ള ഓരോരുത്തർ തയ്യാറെടുപ്പിലായിരുന്നു. ഇടിയപ്പം, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം, അങ്ങനെ ഒരുവിധം എല്ലാ സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫാമിലി ഷൂട്ടിലോട്ട് പോയി. ആളെ ഒറ്റയ്ക്കിരുത്തി എടുക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ എന്തായാലും എങ്ങനെയൊക്കെയോ ഇരുത്തി കുറേയൊക്കെ ചിരിപ്പിച്ചു. ആശാട്ടി എന്തായാലും ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ സോണി ചേച്ചിയെ കാണുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ സോണി ചേച്ചി റെസ്റ്റ് എടുക്കുകയാണ്. ഡാനിയുടെ കൂടെ ഓടി കുഴഞ്ഞടി ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് ചേച്ചി അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് പേരൊക്കെ പിന്നും വന്നു തുടങ്ങി കേട്ടോ. കുറച്ച് പേരൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളും ജോലി തിരക്കും ഒക്കെ ആയിരിക്കും. ദീശു പെട്ടെന്ന് അങ്ങ് വളർന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. കാരണം ഇന്നലെ കണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൾക്ക് പെട്ടെന്നായിരുന്നു എല്ലാം ബർത്ത്ഡേയും കാര്യങ്ങളും. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ അവനെ എങ്ങനെയെങ്കിലും കുത്തിത്തള്ളി ഞാൻ അവിടെ കൊണ്ട് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. ഇടയ്ക്ക് ദേവി എവിടെയോ മിസ്സായിരുന്നു. അപ്പോൾ ദേവിക്ക് പെട്ടെന്നൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവൻ്റെ അതേ ഏജിലുള്ള ഒരാളെ ഇപ്പോഴാണ് അവൻ ഒത്തു കിട്ടിയത്. അപ്പോൾ പിന്നെ അവരങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കുറച്ച് 3-4 ആൺപിള്ളേരുണ്ട്. അപ്പോൾ അവരെ നിർത്തി പിക്ക് എടുക്കാമെന്നും പറഞ്ഞ് നിന്നപ്പോൾ പിന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂടെ കൂട്ടാമെന്ന് വെച്ചു. അപ്പോൾ അവളും കൂടെ ആകട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവരെല്ലാവരെയും നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴേക്കും സെലിബ്രേഷൻ ഒരുവിധം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിരിയാൻ പോവുകയാണ്. കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
അപ്പം ഞങ്ങളുടെ ലുക്കും കാര്യങ്ങളും പറയാനാണ് ഇവർ രണ്ടുപേരും എല്ലാ സെലിബ്രേഷൻസിന് വന്നാലും ഇവരൊരു മാർക്കിടും കേട്ടോ. കരീം ഞങ്ങൾ ഒരുങ്ങുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറിച്ചു അങ്ങനെ തിരിച്ചും പറഞ്ഞു. അപ്പോൾ അമ്മമ്മ പെട്ടെന്നൊരു കല്യാണ ആലോചനയും കൊണ്ടുവന്നു. ആശൻ കല്യാണം ആലോചിച്ച് നടക്കുകയാണ്. ഏതെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ആ നടുക്കിരിക്കുന്ന യുവാവിനെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ എന്താ ഞങ്ങൾ ഒരുവിധം അവനെ കളിയാക്കി തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവസാനം എന്താണ് കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെയെങ്കിലും അവനൊരു കല്യാണം നടക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതെന്തായാലും സഫലീകരിക്കുമായിരിക്കും. അങ്ങനെ ദേവയും എല്ലാവരെയും ഏത് വഴിക്കൊക്കെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എന്തായാലും കുറച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചിയും ഞാനും കൂടി ഇരുന്ന് തട്ട് കാണും. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ഇടിയപ്പവും ചിക്കൻ കറിയാണ്. അപ്പോൾ അത് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൊതി തോന്നി കുറച്ച് ഫ്രൈഡ് റൈസ് കൂടെ തട്ടിയാലോ എന്ന്. അപ്പം അത് കുറച്ച് വെജിറ്റബിൾ കറിയും കൂടെ കൂട്ടി. പോരാത്തതിന് ഞാനൊരു കിൻഡിൽ കേക്കും എടുത്ത് വെച്ച്. കേക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള കേക്ക്. ഉമ്മി ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഉമ്മി നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഉമ്മി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കുറച്ച് ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ദൃശ്യയും ദിയയും ദേവയുടെ ഡിയേഴ്സ് ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ ചേച്ചിമാർ വന്ന സന്തോഷത്തിൽ ദേവയ്ക്ക് പിന്നെ ആരെയും വേണ്ട, ഇവരെ കണ്ടാൽ പിന്നെ വേറെ ആരെയും വേണ്ട. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുമൂന്ന് പിക്സ് എടുക്കാമെന്ന് വെച്ചു. കാരണം വല്ലപ്പോഴും അല്ലേ ഇതേപോലെയുള്ള ഈവൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. അപ്പം ദേവയെ കണ്ടില്ല. ദേവ എവിടാണോ എന്നറിയത്തില്ല. ഞാൻ കുറേ വിളിച്ചു. അപ്പോൾ ആ വീടിന് എനിക്ക് തോന്നുന്നു ആ വീടിനും ആ സ്ഥലത്തും ഒക്കെ കിടന്ന് ചുറ്റി. അപ്പം ആവശ്യത്തിലേറെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ദേവയെ മാത്രം കിട്ടിയില്ല. ഇനി തപ്പിയെടുക്കണം. അപ്പം ചിന്നു ചേച്ചി ജോലിയുള്ളതാണ്. അപ്പോൾ ചേച്ചി വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ചേച്ചി എത്തി. ചേച്ചിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഗുലാബ് ജാം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എവിടെ നിന്നും ഒരു ഗുലാബ് ജാം കിട്ടി കേട്ടോ. മാൾട്ടയിൽ നിന്ന് എത്തിയതാണ്. അങ്ങനെ അതും രാത്രി തന്നെ തട്ടി. അപ്പം ദൃശ്യയും ദിയയും എല്ലാവരും കൂടെ ആ ബലൂൺസ് എല്ലാം പൊട്ടിക്കുന്ന തയ്യാറായാലാണ്. അപ്പം ഞാനും കൂടാമെന്ന് വെച്ചു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കത് ആവശ്യമില്ല, പിള്ളേർ കളിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഏകദേശം എല്ലാവരും പിരിയാറായി. ലാസ്റ്റ് കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിരിയാമെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഈവൻസുകാർ നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. ഡെക്കറേഷൻസ് ആണെങ്കിൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണമെന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷൻസിനും ഞങ്ങൾ അവരെ തന്നെയാണ് പറയുന്നത്. കാരണം അവർ നല്ല രീതിയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മൈക്കിൻ്റെ പരിപാടിയും മൈക്ക് അനൗൺസ്മെൻറ്റും പാറുവിൻ്റെ വക ഒരു പാട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പിരിയാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തപ്പിയെടുക്കുകയാണ്. ഞങ്ങളുടെ റീൽസൊക്കെ എടുത്തു തന്നു കേട്ടോ. അവിടെ വിനോദിൻ്റെയൊക്കെ ഒരു റിലേറ്റീവ് പയ്യനുണ്ടായിരുന്നു. അവൻ ആ ബ്ലൂ ഷർട്ട് ഇട്ട് അവനെ കൊണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഓരോരുത്തർ പോവുകയാണ്. പിന്നെ ഉള്ള ജോലിയെന്ന് വെച്ചാൽ ഗിഫ്റ്റുകൾ തകർത്ത് തിമിർത്ത് എല്ലാം പറക്കി വെക്കണം. അതൊരു മെയിൻ ജോലിയാണ്. അത് കഴിഞ്ഞപ്പോൾ പാറു ഇരുന്ന് കുറച്ച് ഷോ ഓഫൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഷോ ഓഫൊക്കെ എടുത്തു കൊടുത്തു. അതിന് ശേഷം നോക്കി ഓരോ സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. വീണ്ടും അവളുടെ ഒരു ഷോ കാണിക്കാൻ പോവാണ്. ഈ മൊണാൾട്ട് ഷോയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ കുഴഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ തിരുപ്പനും ഇതൊന്നും തിരിച്ചു കൊടുക്കണ്ട, നീ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദൃശ്യയും ദിയയും എല്ലാം പിരിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇപ്പോൾ ഒരു ഷോ നടക്കും. ഇവളുമാർ പോകുന്ന കണ്ട ഉടനെ ദേവ ഒരു കരച്ചിൽ കൂടെ പോകണമെന്നും പറഞ്ഞ് അവർക്ക് സ്കൂളും ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചേച്ചി പോരാത്തതിന് വീട്ടിലില്ല. അപ്പോൾ അവൻ്റെ വക ഒരു നിലവിളിയും പടവിളിയും എല്ലാം നടക്കുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലുമാണ് ദേവയെ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്നത്. തകർത്ത് കരയുക. അങ്ങനെ ചേച്ചിയും ദിയയും ദൃശ്യയും ചേച്ചിയും പിള്ളേരും എല്ലാം പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദീഷുവിൻ്റെ ബർത്ത്ഡേ പ്രോഗ്രാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.